ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം പിക്നിക്കിൻ്റെ പാർട്ട് 2 വ്ളോഗാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കാണണം, കണ്ടില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ആ മല ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്പോട്ടിൽ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിംഗ് ആണ് നെക്സ്റ്റ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 o'clock വരെ ഉള്ള ടൈം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:15 ആകുമ്പോഴത്തേക്ക് ഇവിടെ സന്ധ്യയാകും ഗൈസ്. അതായത് നമ്മുടെ നാട്ടിൽ 7 മണിയുടെ കൂട്ട്. അപ്പം നമുക്ക് അതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറപ്പെടണം. അതിനായിട്ട് എന്നെ ഈ കാട്ടിലൂടെയൊക്കെ കമ്പും കൊള്ളുമൊക്കെ കിടക്കുന്നതിനകത്തൂടിയല്ലേ എന്നെ ഏട്ടൻ ഇറക്കിക്കൊണ്ട് പോകണം. അതിൽ റോഡുണ്ട് അപ്പുറത്തുകൂടി, നമുക്ക് അത്രയും നടക്കണ്ട, ഇങ്ങനെ ഷോർട്ട് കട്ട് പോകാമെന്നും പറഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കുവേ കിവി കാണാൻ തന്നെയാണോ വന്നേ? ഏട്ടനെ അഡ്വഞ്ചറസ് ആയിട്ട് ഇറക്കിയത്. അതെ, അവിടുന്ന് ഇത്രയും കറങ്ങി വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ തുണി ഇതിൽ കുരുങ്ങി. ഇപ്പം എൻ്റെ ബാഗ് ഇതിനകത്ത് ഇരുന്നേനെ. അതില്ലേ, ഇപ്പോൾ സമയം 2:30 ആയിട്ടേ ഉള്ളു കേട്ടോ. അമ്പിളിയമ്മാവനൊക്കെ വന്നു. ഓടല്ലേ, ഓടിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല. അല്ലെങ്കിലും ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയായത് മാറിക്കും. അങ്ങനെ വലിയ ഒരു മല ഇറക്കത്തിന് ശേഷം നമ്മുടെ മെയിൻ സ്പോട്ടായ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങളുടെ ഇവിടുന്ന് റൗണ്ട് വെക്കും. ഞാൻ ബോട്ടിൽ വെറുതെ ഇരുന്നതേ ഉള്ളൂ കേട്ടോ. ഫുൾ എഫേർട്ട് ഇട്ട് തുഴഞ്ഞത് മൊത്തം ഏട്ടനാണ്. ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെയൊക്കെ ഇറക്കിക്കൊണ്ട് വന്നേയല്ലേ, തനിയിരുന്ന് തുഴ. അങ്ങനെ ഞങ്ങൾ ഫുൾ റൗണ്ടൊക്കെ ചുറ്റിയിട്ട് തിരിച്ചു വന്നു. മേളിലോട്ട് കയറാൻ പോവാണ് ഇനി. ഒരാൾ ട്രക്കിങ്ങിന് കുറച്ച് ചെറിയൊരു മല കയറിയപ്പോഴത്തേന് മരിക്കാറായിരിപ്പുണ്ട്. ആ കാണുന്ന ചെറിയൊരു മല, ആ താഴത്തുനിന്ന് ഇവിടം വരെ കയറിയപ്പോഴത്തേന് പുള്ളിക്കാരി തീർന്നു. പ്രായമായി താഴോട്ടിറക്കി ആ സെയിം ഷോർട്ട് കട്ടിലൂടെ തന്നെ എന്നെ മേളിലോട്ട് ഏട്ടൻ കയറ്റി. പിന്നെ എങ്ങനെ ഞാൻ കുഴയാതിരിക്കും ഗൈസ്, നിങ്ങൾ പറയൂ. പിന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ചൊരാശ്വാസമായി ഗൈസ്. അങ്ങനെ വലിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കിവിയകാടം കാണിക്കാനെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട് ഉള്ള മല മൊത്തം എന്നെ കയറ്റിച്ച് ഇപ്പൊ ചൂടാവുന്നു. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോവാ, വീട്ടിൽ പോവാം. കമോൺ, കട്ട് ചെയ്യല്ലേ. കാല് വയ്യ ഗൈസ്, പാടാ. Bye bye everyone. Bye. Bonus हो गया? रील खत्म യൂട്യൂബ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒരു 1 day പിക്നിക്ക് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ? അടിപൊളിയായിരുന്നു. പിന്നെ കിവിയുടെ സീസൺ കഴിഞ്ഞ ടൈമായിരുന്നു. അതായിരുന്നു മിക്ക ട്രീസിലും കിവി അങ്ങനെ കാണാൻ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളായിരുന്നു. എനിവേ നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ ട്രെക്കിങ്. ഞാൻ കുഴഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.
വെള്ളം കുടിക്കട്ടെ.